ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ റിംഗ് നോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ 2 കളർ നൂലാണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സൂചി നമ്മൾ താഴേന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം സൂചിയിൽ നൂല് 2 തവണ ചുറ്റിയിട്ട് തൊട്ടടുത്ത് തന്നെ അത് താഴേക്ക് എടുക്കണം. ഇതിപ്പോൾ ഒരു ലൂപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നൂല് സൂചിയിൽ ചുറ്റുമ്പോൾ ലൂസാക്കി ചുറ്റുവാണെങ്കിലാണ് ഈ ഒരു ലൂപ്പ് വരുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫ്രഞ്ച് നോട്ട് പോലെ ആയി പോകും. റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൂപ്പ് നമുക്ക് ഏത് സൈഡിലേക്കാണോ വേണ്ടത് അങ്ങോട്ടേക്ക് വേണം നമ്മൾ രണ്ടാമത് സൂചി താഴേക്ക് എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ സൈഡിലേക്ക് ലൂപ്പ് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങോട്ട് വേണം നമ്മൾ രണ്ടാമത് സൂചി താഴേക്ക് എടുക്കേണ്ടത്. ഇങ്ങനെ ചുറ്റി നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് ഈ ലൂപ്പ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു തവണയും കൂടെ ചെയ്യാം. ഇവിടുന്ന് നമ്മൾ സൂചി എടുത്തിട്ട് ഈ സൂചിയിൽ 2 തവണ നൂല് ചുറ്റി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ സൂചി താഴത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ലൂപ്പ് അങ്ങോട്ടാണ് വരുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്ലവർ ചെയ്യുമ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നൂല് സൂചിയിൽ ചുറ്റിയതിന് ശേഷം സൂചി താഴേക്ക് എടുക്കുമ്പോൾ ഈ നൂല് എങ്ങോട്ടാണ് പിടിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലവറിൻ്റെ ഉൾവശത്തേക്ക് പിടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പിടിച്ചില്ലെങ്കിലും ഈ ലൂപ്പ് കറക്റ്റായിട്ട് വരും. പക്ഷേ ലൂപ്പിൻ്റെ പൊസിഷൻ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ എങ്ങോട്ടാണോ ആ നൂല് പിടിക്കുന്നത് അങ്ങോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും ഈ ലൂപ്പ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നല്ല അടുക്കി വെച്ച പോലെ വരണമെന്നുണ്ടെങ്കിൽ ഈ നൂല് നമ്മൾ ഫ്ലവറിൻ്റെ ഉൾവശത്തേക്ക് എപ്പോഴും പിടിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് സൂചി കുത്തുന്നതെങ്കിൽ ഈ നൂല് ഇങ്ങോട്ടാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിക്കുകയാണെങ്കിൽ ആ ലൂപ്പ് ഫോം ചെയ്യുമ്പം കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ലൂപ്പ് വരുന്നത്. അതുമല്ല ലൂപ്പ് കുറച്ച് സൈസ് ചെറുതായി പോവും. എല്ലാ ലൂപ്പും ഒരുപോലെ വേണമെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചും ഒരേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങോട്ട് നൂല് പിടിച്ചിട്ട് ഈ ഒരു ലൂപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ലൂപ്പ് വന്നത്. അതിൻ്റെ ഒരു പൊസിഷനും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഈ 2 ലൂപ്പും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷെ നൂല് പിടിച്ചത് മാത്രം അങ്ങോട്ടാണ് പിടിച്ചത്. അതുകൊണ്ട് ഈ 2 ലൂപ്പും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വന്നത്. ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. ഇവിടെ ഈ 2 സ്റ്റിച്ചും ഒരേ പൊസിഷനിലേക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മൾ നൂല് വലിച്ചു പിടിച്ചതിൻ്റെ വ്യത്യാസം കൊണ്ട് 2 ലൂപ്പും 2 രീതിയിലായത്. ഇനി ഈ റിംഗ് നോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പേപ്പറിലൊന്ന് വരച്ച് കാണിക്കാം. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എല്ലാ പെറ്റലും പുറത്തേക്ക്, അതായത് എല്ലാ ലൂപ്പും പുറത്തേക്ക് വരുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് നമ്മൾ സൂചി എടുത്തിട്ട് ഇങ്ങോട്ടാണ് സൂചി കുത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ പുറത്തേക്ക്, എല്ലാ ലൂപ്പും ഇങ്ങനെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്കാണ് ഓരോ ലൂപ്പും വരുന്നത്. അപ്പം നമ്മൾ നൂല് ഇങ്ങനെ ഈ സെൻറ്ററിലേക്ക് വലിച്ചു പിടിക്കണം. ഒരു ഫ്ലവറിൻ്റെ എല്ലാ ലൂപ്പിൻ്റെയും നൂല് നമ്മൾ വലിക്കേണ്ടത് സെൻറ്ററിലേക്കാണ്. അതായത് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം ഇവിടുന്ന് അങ്ങോട്ട് നൂല് വലിക്കണം. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. അതേസമയം ആ നൂല് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വലിക്കേണ്ടത്. ഒരുപാട് ടൈറ്റായിട്ട് വലിക്കുകയൊന്നും വേണ്ട. ഈ നൂല് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. പൊസിഷൻ അങ്ങോട്ടായിരിക്കണമെന്നേ ഉള്ളൂ. പൊസിഷൻ പുറത്തേക്ക് വലിച്ചാലാണ് ലൂപ്പ് ചെറുതാവുക അല്ലെങ്കിൽ ലൂപ്പിൻ്റെ പൊസിഷൻ മാറുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ലൂപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽ പൊസിഷൻ മാറിപ്പോവും.
സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെയർ ചെയ്യുമ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യണം. ഇങ്ങനെ പെറ്റൽ വരുമ്പോഴാണ് ഫ്ലവർ ഭംഗിയായിട്ട് വരുന്നത്. ഈ ഒരു കാര്യമാണ് ഫ്ലവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടുന്ന് നമ്മൾ സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് സൂചിയിൽ 2 തവണ ചുറ്റിയിട്ട് പുറത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് ലൂപ്പ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഈ നൂല് ഇങ്ങനെ ഉള്ളിലേക്ക് പിടിക്കണം. അങ്ങനെ ആദ്യത്തെ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂചി കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താഴേക്ക് എടുക്കേണ്ടത്. ഒരുപാട് മാറ്റിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ താഴേക്ക് എടുക്കണം. എന്നിട്ട് ഈ നൂല് ഉള്ളിലേക്ക് തന്നെ പിടിക്കണം. ഈ ലൂപ്പിൻ്റെ സൈസ് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ചധികം ലൂസാക്കി കൊടുത്താൽ വലിയ ലൂപ്പ് ചെയ്യാൻ പറ്റും. 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് അടുത്ത സൂചി താഴേക്ക് കുത്തുന്ന പൊസിഷനും പിന്നെ ഈ നൂല് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നതും. വലിച്ചെന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടൊന്നും ഈ നൂലിങ്ങനെ വലിച്ചു പിടിക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങോട്ടിങ്ങ് വെച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ഫുള്ള് ചെയ്യേണ്ടത്. ആദ്യം ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ റൗണ്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ലെയറും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാ പെറ്റൽസും അല്ലെങ്കിൽ എല്ലാ റിങ്ങും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. സെയിം ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇതിനൊരു 3 ലീഫും കൂടെ ചെയ്യുന്നുണ്ട്. ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് ചെയ്തിട്ട് ശരിയാകാത്തവരോ അല്ലെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരോ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 2 ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് പുറത്തേക്കാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ
ഫ്ലവറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്കാണ് നമ്മൾ ആ നൂല് വലിച്ചു പിടിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് ഫ്ലവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഫ്ലവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.